ഹലോ, ഇന്നത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ മേക്കിംഗ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണിത്. ആദ്യം നമുക്ക് റോ മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 3mm വിഡ്ത്തുള്ള മെറ്റാലിക് ഹെയർ ബാൻഡാണ്. അതുപോലെ നമുക്ക് ക്രിസ്റ്റൽ സ്റ്റോണുകളും സ്റ്റോൺ ചെയിനും ആവശ്യമുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള സ്റ്റോണിൻ്റെ കളറ് ലാവൻഡർ കളറാണ്. അതിന് മാച്ചായിട്ടുള്ള സ്റ്റോൺ ചെയിൻ തന്നെയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് B7000 ഗ്ലൂവും എൻ്റെ ടൈപ്പും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടൈപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വിഡ്ത്ത് കൂടിയതാണ്. നിങ്ങളുടെ കയ്യിൽ വിഡ്ത്ത് കുറഞ്ഞതുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയിട്ട്. ഞാൻ വിഡ്ത്ത് കൂടിയ കാരണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഹെയർ ബാൻഡിൻ്റെ എൻഡിലായിട്ട് എൻ്റെ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒത്തിരി പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് എന്താണ് എൻ്റെ ടൈപ്പ്, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതൊക്കെ. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഗമ്മുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മെറ്റൽ ഹെയർ ബാൻഡ് ആകുമ്പോൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചെവിയുടെ ഭാഗത്തൊക്കെ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റെ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ടൈപ്പ് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ബോ സെൻറ്റർ ഒട്ടിച്ചെടുക്കുക. നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുള്ള ബോ സെൻറ്റർ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം രണ്ട് സൈഡിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ക്രിസ്റ്റൽ സ്റ്റോൺസും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഞാൻ പല ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും വാങ്ങിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ സ്റ്റോണുകളെല്ലാം നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഹെയർ ബാൻഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതൊരു കസ്റ്റമൈസ്ഡ് ഹെയർ ബാൻഡാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ മെറൂൺ കളറിലുള്ള ഒരെണ്ണമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ ഇതിൻ്റെ വേറെ കളർ കിട്ടുമോ, വേറെ ഏത് കളറാണ് അവൈലബിൾ എന്ന് ചോദിച്ചു. നമ്മുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ലാവൻഡർ കളർ സ്റ്റോണാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് മാച്ചായിട്ടുള്ള സ്റ്റോൺ ചെയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് സ്റ്റോൺ ചെയിൻ കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ആയിട്ട് എടുത്തത്. ഒത്തിരി പേര് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതിന് ക്ലാസ് ഉണ്ടോ, ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ. ഞാനിത് പല വീഡിയോസും കണ്ടിട്ടാണ് പഠിച്ചത്. അതുപോലെ പലതും നമ്മുടെ സ്വന്തം ഐഡിയയിൽ ചെയ്യുന്നതാണ്. അതുപോലെ മറ്റൊരു ഡൗട്ടാണ് റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നുള്ളത്. ഞാൻ ഓൺലൈനായിട്ടും അതുപോലെ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. ഞാൻ എന്തായാലും 2-3 പേജസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോസ് നമ്മളിനി വരും ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹെയർ ബാൻഡ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.